ആസ് ഓഫ് നൗ ഇവിടെ വലിയൊരു സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ 22,800 22,700 ലെവൽസ് ഇത് ബ്രീച്ച് ചെയ്ത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 21,900 വരെ നിഫ്റ്റിക്ക് പോകാനുള്ള വളരെ പോസിബിലിറ്റി വളരെ എവിഡന്റ് ആയിട്ട് കാണുന്നുണ്ട്. സെൻസെക്സും നിഫ്റ്റിയും താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 10 ദിവസമായിട്ട്. ആ കൂടി ഒരു ദിവസം മാത്രമേ പോസിറ്റീവായിട്ട് അവസാനിച്ചുള്ളൂ, എൻഡ് ചെയ്തുള്ളൂ ഡേ. അപ്പോൾ ഈ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ കഴിഞ്ഞോ അതോ ഇനിയും കറക്റ്റ് ചെയ്യാനുണ്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. എൻ്റെ പേര് തോമസ് ആണ്. ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച്, പോഡ്കാസ്റ്റ്, ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം താഴെ ഞാൻ കുറച്ച് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു 15 minutes ഫ്രീ അപ്പോയിൻമെന്റ് ആണ്. അത് മാർച്ച് 31 വരെയാണ് നമ്മുടെ റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ അപ്പോയിൻമെന്റിന് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഈ നിങ്ങളുടെ പോർട്ട്ഫോളിയോ, നിങ്ങൾ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കാം. നമ്മൾ ലാർജ് ക്യാപ്പ് ഓറിയന്റഡ് ആണോ, മിഡ് ക്യാപ്പ് ഓറിയന്റഡ് ആണോ, കോസ്റ്റ് കുറയ്ക്കാൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി NISM രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റിന് വേണ്ടിയും ഇതേ ഫോം ഫിൽ ചെയ്യുക. അതിന്റെ തൊട്ട് താഴെ വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ചും ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ കുറിച്ചും ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, റിസർച്ച്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ വെൽത്ത് ബിൽഡിംഗ് പ്രോസസ്സിന് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. സോ ഗോ അഹെഡ് ആൻഡ് ഫോളോ ദ ചാനൽ ആസ് വെൽ. നിങ്ങൾ ഈ വീഡിയോ കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു PDF ഡോക്യുമെന്റ് ആയിട്ട് ആക്കി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ PDF ഡോക്യുമെന്റ് എന്തെങ്കിലും റെഫറൻസിന് വേണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് മലയാളം എന്ന് മാത്രം നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നമ്മൾ വിൽ ബി സെൻഡിങ് ദാറ്റ് PDF ആസ് എ മെയിൽ ടു യു. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് അവേ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലോസ് ടു 12-13% ഇൻഡെക്സ് കറക്റ്റ് ചെയ്തു. എന്നാൽ നിഫ്റ്റി അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റോക്സും മിഡ് ക്യാപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റോക്സും മോർ ദൻ 20% കറക്റ്റ് ചെയ്തു. സ്മോൾ ക്യാപ്പ് ഇൻഫാക്ട് മോർ ദൻ 20% കറക്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും സ്മോൾ ക്യാപ്പ് കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മിഡ് ക്യാപ്പും കുറച്ച് ഓവർ വാല്യൂഡ് ആയിട്ടാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ICICIയുടെ പ്രീമിയം ആയിട്ടുള്ള ഫണ്ട് മാനേജർ വന്ന് പറഞ്ഞു സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഭയങ്കര കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു സെഗ്മെന്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം. മാർക്കറ്റ് ഇതുവരെ താഴെ വന്നിട്ടുണ്ട്, ഇതുവരെ കറക്റ്റ് ചെയ്തു, ഇനിയും ഫെർദർ വീഴാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ടെക്നിക്കലിയും പിന്നെ വേറെ അതർ ഫാക്ടേഴ്സ്, കുറച്ച് എക്കണോമിക്കലായിട്ടുള്ള വേറെ ഫാക്ടേഴ്സും വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ട്രെൻഡും ബാക്കി കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇപ്പോൾ ഈ ഒരു ഡൗൺവേർഡ് ചാനലാണ് മാർക്കറ്റിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ ക്ലിയർലി ഒരു അബ്സല്യൂട്ട് പാരലൽ ആയിട്ടുള്ള ഒരു ഡൗൺവേർഡ് ചാനലാണ് വന്നിരിക്കുന്നത്. ആ ഡൗൺവേർഡ് ചാനലിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കിക്കോളൂ, ഏത് സമയത്ത് ഈ പോയിന്റ് വന്നിട്ടുണ്ടോ, അതായത് 22,800. ഞാൻ നിഫ്റ്റിയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി തന്നെയാണ്. 22,800 ലെവൽസിലേക്ക് വരുമ്പോഴത്തേക്കും നിഫ്റ്റിയിൽ നമുക്കൊരു റിക്കവറി, എപ്പോഴും ഒരു ബൗൺസ് ബാക്ക് നമ്മൾ കാണുന്നുണ്ട്. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ് ഈ ചാനൽ എന്ന് പറയുന്നത് ലോവർ ഹൈ ലോവർ ബോട്ടം എടുത്തുകൊണ്ടേ ഇരുന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആസ് ഓഫ് നൗ ഇവിടെ വലിയൊരു സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ 22,800 22,700 ലെവൽസ് ഇത് ബ്രീച്ച് ചെയ്ത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 21,900 വരെ നിഫ്റ്റിക്ക് പോകാനുള്ള വളരെ പോസിബിലിറ്റി വളരെ എവിഡന്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് അനുസരിച്ച് ഈ 22,800 എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ലെവൽസ് ആണ്. ഇതിൽ നിന്ന് താഴെ പോകാനുള്ള ചാൻസ് മോർ ഓർ ലെസ് കുറവാണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതെല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്, ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വി കനോട്ട് ബി അബ്സല്യൂട്ട് ഷുവർ ദാറ്റ് അത് പോവില്ലേ എന്നുള്ളത്. അപ്പോൾ ആസ് ഓഫ് നൗ ഇവിടുത്തെ ഒരു സ്ട്രെങ്ത്, നമ്മുടെ ഓപ്ഷൻസിലെ സ്ട്രെങ്ത് നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഇന്ത്യ വിക്സ് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ലെവൽസ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ബട്ട് ഇഫ് ഇറ്റ് ഗോസ് ബിലോ ദിസ് ഇറ്റ് ക്യാൻ ടച്ച് അപ് ടു 21,900 എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ഗുഡ് ചാൻസ് ദാറ്റ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സോ ദാറ്റ് ഇറ്റ് റീച്ചസ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് ദേ ഓൾസോ ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ്. ഇനി അപ്പോൾ ഇത് ബോട്ടം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ബോട്ടം ആവുമായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു അബ്സല്യൂട്ട് കൺക്ലൂഷനിലേക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ബോട്ടം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ക്ലോസ് ടു ഓൾ ടൈം ഹൈ നിന്ന് നമ്മൾ ക്ലോസ് ടു 13% ഫോളിലേക്കാണ് നിഫ്റ്റി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു 13% ഫോൾ എന്ന് പറയുന്നത് ഒരു FII സെൽ ബേസ്ഡ് ആയിട്ടൊരു ഫോൾ ആയതുകൊണ്ട് അത്യാവശ്യം സബ്സ്റ്റാൻഷ്യൽ ആയിട്ടൊരു ഫോൾ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഒരു സ്ലൈറ്റ് പോസിബിലിറ്റി ഓഫ് മോർ ഫോളും ചിലപ്പോൾ ഉണ്ടാവാം. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഓൾമോസ്റ്റ് ഒരു റെസിസ്റ്റൻസ്, നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നാൻ കാര്യം എന്ന് ഞാൻ പറയാം. അതിനകത്തുള്ള ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീൻ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫാക്ടേഴ്സ് വൈ മാർക്കറ്റ് ഫെൽ വാസ് FII സെല്ലിംഗ് ഔട്ട്. അതായിരുന്നു ഏറ്റവും ആദ്യത്തെ ബിഗ്ഗസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് FIIs എന്തുകൊണ്ടാണ് സെൽ ഔട്ട് ചെയ്തത്? കാരണം
US-ന്റെ 10-year ബോൺസിന്റെ yield ഒത്തിരി കൂടുതലായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ 4.7% വരെ US ബോൺസിന്റെ yield കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് US ഡോളറിലേക്കുള്ള ഡിമാൻഡ് ഗ്ലോബലി ഭയങ്കരമായിട്ട് കൂടി വന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ, അത് 4.8 ക്ലോസ് ടു 4.8 നിന്ന് താഴെ വന്ന് 4.4 ലെവലിലേക്കാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പം US ഡോളറിലേക്കുള്ളൊരു പുഷ് ആ 4.8 നിന്ന് 4.4ലേക്ക് വന്നപ്പോൾ ഗ്ലോബലി ചെറുതായിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ FIIസിന്റെ എക്സിറ്റും അതുപോലെ ചെറുതായിട്ട് ഗോയിങ് ഫോർവേഡ് ഇൻ ദ കമ്മിങ് വീക്സ് ചിലപ്പോൾ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അസംഷൻസ് ആണ്. രണ്ടെന്ന് പറയുന്നത്, ഇപ്പോൾ അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സും ഇന്ത്യ അത്യാവശ്യം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ വരെ ജാനുവരി 10 വരെ ഇന്ത്യ അൾട്ടിമേറ്റ് സെല്ലിംഗ് ആയിരുന്നു US ഡോളേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു പരിധി വരെയെങ്കിലും US ഡോളർ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിയത്. പക്ഷേ ലുക്ക് അറ്റ് ദ കോൺഫിഡൻസ്, അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഡോളർ വീണ്ടും ബൈ ചെയ്തുകൊണ്ട് തുടങ്ങി. അപ്പോൾ അത് ഷുഡ് ബി എ സൈൻ ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ് ടു ദ ബോണ്ട് yields ദാറ്റ് ഇസ് ഇൻ ദ US മാർക്കറ്റ്. അതിൻ്റെ അബ്സല്യൂട്ട് റിപ്ലിക്കയാണ് ഇവിടുത്തെ ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കുന്ന കോൾസ്, US ബോണ്ട് മേടിക്കണോ വേണ്ടയോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് US-ന്റെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, പിന്നെ 2025 ജാനുവരി നോക്കുമ്പോഴത്തേക്കും കൺസിസ്റ്റൻ്റ്ലി ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ US-ൽ ഡൊണാൾഡ് ട്രംപും പവൽ, അതായത് ഫെഡ് റിസർവിൻ്റെ ഹെഡും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എക്സാക്ട്ലി ഇതേ സാധനം കൊണ്ടാണ്. കാരണം ഒരു സൈഡിൽ ഡൊണാൾഡ് ട്രംപ് പറയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്ന് പറയുന്നത്, പക്ഷേ അപ്പുറത്തെ സൈഡിൽ പവൽ പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റില്ല, കാരണം ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട്. ഇവരുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിന് ലോജിക് ഉണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്ന് പറയുന്നതിന്റെ ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹാവ് ടു ഷെൽ ഔട്ട് മോർ മണി. ഇപ്പോൾ US ഡോളറിൽ 4.6 yield കിട്ടുമെന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കൂടുതൽ ഷെൽ ഔട്ട് ചെയ്യണമല്ലോ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, ഹൗസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിലും ലോൺസ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ US-ൽ വളരെ ഹൈ ആണ്. അത് ചെറുതായിട്ട് താഴത്തേക്ക് കൊണ്ടുവന്നതിലേ ഓവറോൾ ഒരു മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി വരുള്ളൂ. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അത് കുറയ്ക്കണം എന്ന് പറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം പവൽ അത് കുറയ്ക്കേണ്ട എന്ന് പറയാൻ കാരണം ഇത് ഈ ഇൻഫ്ലേഷൻ കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ US-ലെ ടഗ് ഓഫ് വാർ ഓഫ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ട എന്ന് പറയുന്ന സാധനങ്ങൾ നടന്നിടത്തോളം അവിടെ ഒരു അൺസർട്ടനിറ്റി ഈസി ആയിട്ട് വരും. ആ അൺസർട്ടനിറ്റി വീണ്ടും ഡോളർ ഡിമാൻഡ് കുറയ്ക്കാനുള്ളൊരു ചാൻസ് ഹൈ ആണ്. ഇനി അതുമല്ലാതെ ഇപ്പോൾ നിങ്ങൾ US-ന്റെ നാസ്ഡാക്കിന്റെ പെർഫോമൻസ്, നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഇൻഡെക്സിന്റെ ലാസ്റ്റ് 1 year 2 year പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. 2 yearsൽ 2022, ഇപ്പോൾ ഞാൻ ആ സ്ക്രീൻ ഞാൻ മുകളിലേക്ക് ഇടാം, 2022 ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക് ഡബിൾ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാസ്ഡാക്ക് ഡബിൾ ആകുമ്പോഴത്തേക്കും വീണ്ടും ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോ ഭയങ്കരമായിട്ട് റിട്ടേൺസ് വരുന്ന ഒരു സമയമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്പെൻഡിങ്ങിന്റെ കോൺഫിഡൻസും കൂടും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ പോർട്ട്ഫോളിയോ താഴത്തേക്ക് വരികയാണെങ്കിൽ അതുപോലെ നമ്മുടെ സ്പെൻഡിങ്ങും കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തും സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കൺട്രിയിൽ ഗ്രോ ചെയ്യുമ്പോൾ അതിന്റെ ഇൻഫ്ലേഷൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഗ്രോ ചെയ്യും. അപ്പോൾ ഇൻഫ്ലേഷൻ ഗ്രോ ചെയ്യുന്നത് എന്തുകൊണ്ടും US-ന് നല്ലൊരു കാര്യമല്ല. അപ്പോൾ ഗ്ലോബൽ ഫാക്ടേഴ്സ് ഇതാണ്. ഇനി ഇന്ത്യൻ ഫാക്ടേഴ്സ് എന്താണ്? ഇന്ത്യൻ ഫാക്ടേഴ്സിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, നിർമ്മലാ സീതാരാമൻ 12 lakhs വരെ ടാക്സ് പേ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് ക്യാഷ് ദാറ്റ് ഇസ് അവൈലബിൾ ഇൻ ഇന്ത്യൻ സിസ്റ്റം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ കൺട്രോളിലാണ്. അതുകൊണ്ട് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും താനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത് പതുക്കെ കാസ്കേഡ് ചെയ്ത് ബാങ്ക്സും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ചാൻസും ഇനി ഗോയിങ് ഫോർവേഡ് അടുത്തൊരു ക്വാർട്ടറിൽ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ദർ ഷുഡ് ബി എ ലോട്ട് ഓഫ് ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ് ഇൻ ദ നെക്സ്റ്റ് 3 to 6 months ഹൊറൈസൺ. ആ ലിക്വിഡിറ്റി ഇപ്പോഴത്തെ ഒരു സ്പെൻഡിങ് കൾച്ചർ വെച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സേവിങ് കൾച്ചർ വെച്ച് കൂടുതലും സ്പെൻഡ് ചെയ്യാനാണ് ആൾക്കാർ, മില്ലിനിയൽസ് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ജനറേഷൻ നോക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു FMCG അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സെഗ്മെന്റിലേക്കുള്ളൊരു സ്പെൻഡിങ് ഭയങ്കര കൂടുതലായിട്ട് വരാനും അറ്റ് ദ സെയിം ടൈം GDP കൂടാനും ഭയങ്കര ഒരു ഹൈ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ റിവേഴ്സ് വരാൻ അല്ലെങ്കിൽ റീസ്ട്രക്ചർ ഇപ്പോഴത്തെ ഈ കറക്ഷൻ ഒന്ന് ഹോൾട്ട് ചെയ്ത് പതുക്കെ ഭയങ്കരമായിട്ട് മുകളിലേക്ക് കയറുകയല്ല, അറ്റ് ദ സെയിം ടൈം ഒരു കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് എന്ന് ഞങ്ങൾക്ക് തോന്നാനുള്ള ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Until we see you next time, Thomas Borges signing off. Bye-bye.